നമ്മൾ കളിക്കാൻ പോകണം FC. ഇന്ന് നമുക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് ചേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇതിലൊക്കെ. പിന്നെ മലയാളം കോമഡി പാർട്ട് വന്ന് നമുക്ക് നോക്കാം. ലോഡാകും പിന്നെയും കുറേ സമയം എടുക്കും. ഇത് മ്യൂസിയല്ലേ FC ബായാണ്. പിന്നെ ഇതാ ബെല്ലിംഗം പോയിതാ. ഓക്കെ, അപ്പം നല്ലതായിട്ട് ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഡിവിഷൻ ഡ്രൈവേഴ്സ് അല്ലേ കളിച്ചു. ഇപ്രാവശ്യം അറ്റാക്ക് കളിക്കാം. ചിലപ്പം ഞാൻ കുറേ നാളായിട്ട് കളിച്ചില്ല, പക്ഷെ നോക്കാം. അപ്പം ഇത് ഇത്ര അതാ വന്നു ഗൈസ്. ഇതിന് കുറേ നേരം കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഈ വീഡിയോ നിങ്ങൾ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ വരാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും. ഓക്കെ, നമുക്കിനി അൺക്ലെയിംഡ് ആക്ടിവിറ്റി റിവാർഡ്സൊക്കെ പിന്നെ നോക്കാം. നമുക്ക് എൻ്റെ ക്ലബ് ആദ്യം കാണാൻ. എൻ്റെ ടീം ഞാൻ കുറച്ച് ചേഞ്ച് ചെയ്ത്. ഞാൻ ഇപ്പം ഈ 4-4-2 ഫ്ലാറ്റ് ആക്കി ഫോർമേഷൻ. സ്ട്രൈക്കർ ഇബ്രാഹിമോവിക്കും കൊളഡിയും. ഞാൻ സിയും സിഡേനെ ആക്കി. പക്ഷെ എനിക്ക് കക്കേനെ ആക്കിയ പക്ഷെ എനിക്ക് തോന്നുന്നത് കക്കയാണ് ഈ പൊസിഷനിൽ പറ്റപ്പോൾ അതിന്. പിന്നെ എനിക്ക് ഇന്നലെ മാക്കാലിസ്റ്റർ കിട്ടി ഗൈസ്. ഒരു സ്പിൻ ചെയ്തപ്പം ഡേവീസിനെ ലെഫ്റ്റ് ബാക്ക് തന്നെ ആക്കിയേക്കാണ്. പിന്നെ റൈറ്റ് ബാക്കും എനിക്ക് കിട്ടിയായിരുന്നു. വാക്കർ ഇന്നലെ പാക്കിന്. പിന്നെ ഇതിനേക്ക് കുറച്ച് സെറ്റൊക്കെ ആക്കണം ഗൈസ്. ഇതൊക്കെ സെറ്റ് ആക്കണമെങ്കിൽ CDM ഉണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ ഇതിൽ നല്ലതായിട്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ ഫോർമേഷനൊന്നും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാം നേരെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് OVR ചിലപ്പം കൂടുമായിരിക്കും, ചിലപ്പം. ഓക്കെ, ഇവിടെയൊക്കെ വെക്കാം. ഡയർ നല്ല ഇത് സെൻറ്റർ ബാക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പം അവരെക്കാട്ടും നല്ല സെൻറ്റർ ബാക്കൊക്കെ ഉണ്ട്. സോ നമുക്ക് 111 ആയി ഗൈസ് OVR. നമ്മൾ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വെച്ചാൽ ഇത് 110 ആവുമല്ലോ. ക്യാരിയാക്കും നല്ല തന്നെയാണ്, ഉള്ളതായിരിക്കും. അപ്പം നമുക്ക് നേരെ പോയി വേഴ്സസ് അറ്റാക്ക് കളിക്കാം. ഇബ്രാഹിമോവിക്ക് ശരിക്കും പറഞ്ഞ കൊളഡിയോനെക്കാട്ടും നല്ല സ്ട്രൈക്കർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. പക്ഷെ റാങ്കിങ് മാത്രമേ ഉള്ളൂ. കുറേ നാളെ കളിച്ചിട്ട് നോക്കാം നമുക്ക്. സബ് ടു SSP വൈബ്സ് കണ്ട. എൻ്റെ യൂസർ നെയിം തന്നെ ഇതിലിങ്ങനെയാണ്. മനസ്സിലായല്ലോ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളണം. നമുക്ക് തുടങ്ങാം മാച്ച്. ഓക്കെ നമ്മളുടെ ആണ് OVR അവരെക്കാട്ടും നല്ല. അത് കാരണം നമുക്ക് നല്ല ഗ്രേറ്റ് ചാൻസസും ഗുഡ് ചാൻസസും ഒക്കെ ഉണ്ട്. അവരുടെ പേരാണ് RMD. അവരും Pro 1 തന്നെയാണ്. ഓക്കെ, നമ്മൾ ഹോം ടീമില്ലേ? ഹോം ടീമാണ്. നമുക്ക് കളിക്കാം. കൊള്ളാമല്ലേ. എൻട്രിക് സിഡെയിൻ നമ്മളുടെ ഇതിലുണ്ട്. നല്ല ടീമാണ് അവരുടെ. പക്ഷെ നോക്കാം. ഞാൻ കാണിച്ചു തരാം, നോക്കൂ. ഇബ്രാഹിമോവിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, നല്ലതായിട്ട് കളിക്കുന്നൊക്കെ ഉണ്ട്. കോളിഡിയോനെ പക്ഷെ ഡ്രിബിൾ ചെയ്യാൻ, ഷൂട്ട് അടിക്കാനും ഡ്രിബിൾ ചെയ്യാനൊന്നും പറ്റൂല. കോളിഡിയോ ഇസ് എ നൈസ് അസിസ്റ്റ്. നല്ല അസിസ്റ്റൊക്കെ തരും. ഡേവിസ് നല്ല അസിസ്റ്റൊക്കെ തരും. കണ്ട ഇങ്ങനെ തന്നെ. അങ്ങനെയൊക്കെയാണ്. കോളിഡിയോ അത്രയ്ക്ക് ഡ്രിബിൾ ചെയ്യാൻ അറിയില്ല. ഹീസ് എ ബിഗിനർ. പക്ഷെ അവൻ്റെ റാങ്കപ്പ് ചെയ്തത് കുറച്ച് ഇതായി. അതിന് ഇബ്രാഹിമോവിക്കിലാക്കിയായിരുന്നെങ്കിൽ എത്ര നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 5-3 സ്കോർ. ഇപ്പം നമുക്ക് കൊള്ളാമല്ലോ. അയ്യോ, വാട്ട് സെലിബ്രേഷൻ.
ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിന്റെ ഫേസ്ബുക്കിന്റെ അതിൽ ഇത് ഇട്ടേക്കുന്നു മെസ്സേജ് ചേട്ടാ നിന്നെ കൂടെ എത്താൻ പറ്റും. അപ്പൊ നമുക്ക് കുറെ നേരമായിട്ട് ഇങ്ങനെ നമ്മളെന്തായാലും ഈ ഗെയിം ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ നമുക്ക് അടുത്ത മാച്ച് എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം എനിക്ക് അറ്റാക്ക് നല്ല ബോറായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ തന്നെ പ്രിഫർ ചെയ്യൂ, കമൻറ്റ് സെക്ഷനിൽ ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ പ്രിഫർ ചെയ്യൂ അറ്റാക്കാണോ നല്ല ഡിവിഷൻ ട്രാവൽസ് ആണോ നല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചെറുതായിട്ട് ബോറിംഗ് ആയിട്ട് വന്നു. പക്ഷെ എന്താ ഇതിലാണ് റാങ്ക് എൻ്റെ കൂടുതൽ. ഞാൻ Pro 1 ആണ് കണ്ട Pro 1. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തോ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ റാങ്ക് അപ്പ് ആയിട്ട് നമുക്ക് ഡിവിഷൻ റൈവൽസ് കളിക്കാം. ഈ മാച്ചും കൂടെ ജയിച്ചാൽ നല്ലതായിരിക്കും നമുക്ക്. ഞാൻ എന്തായാലും റെഡിയാണ്. എൻ്റെ ജേഴ്സി എംബാപ്പെ, ഓ മൈ ഗോഡ്, എനിക്കത് പിടിയാവുന്നുണ്ട് ഗൈസ്. അവരുടെ കുറച്ച് നല്ല ടീമായിരിക്കും, നോക്കാം. ഓക്കെ നമുക്ക് നോക്കാം പെട്ടെന്ന് വരുമോ എൻ്റെ ഗൈസ്. ഓക്കെ, അവരുടെ നല്ല നമ്മളെ ഹോം ടീമായാലും അവരുടെ OVR കുറച്ച് കൂടുതലാണ്. അപ്പം നല്ലതായിട്ട് കളിച്ച് പറ്റും, നല്ലതായിട്ട് ശ്രദ്ധിക്കണം. ഒരു ചാൻസ് മിസ് ചെയ്യില്ല നമ്മൾ അടുത്ത റാങ്കിലോട്ട് പോകണമെങ്കിൽ. നമ്മളെ ഡിഫൻഡേഴ്സൊക്കെ പൊളി ഡിഫൻഡറാണ്. അപ്പോൾ നമുക്ക് അറ്റാക്കേഴ്സിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഡിയോ നമുക്കൊരു 5 പാസ്. ഇബ്രാഹിമോവിക്, അവരൊരു ഗോൾ അടിച്ച്. ഇബ്രാഹിമോവിക് തന്നെ എടുത്തോട്ടെ, അടുത്ത് വന്ന് കളിക്കാം, നമുക്ക് റിസ്ക് എടുക്കണ്ട. ഇബ്രാഹിമോവിക്കിൻ്റെ സെലിബ്രേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇല്ലല്ലോ, ഇതിൽ നല്ല രസമാണ്, ഞാൻ കാണിച്ചു തരാം. ഇതവർ ഫുള്ള് കാണിക്കൂല. താൽബിയും നല്ലതാണ്. താൽബിയും വെച്ചാൽ മീൻസ് നൈസ് ഡ്രിബിൾ ചെയ്യുന്ന ഒരു റൈറ്റ് വിങ്ങർ, റൈറ്റ് മിഡ്ഫീൽഡറാണ്. നല്ലതായിട്ട് ഹെൽപ്പൊക്കെ ചെയ്യും നമ്മളെ. ബോൾ അടിക്കുവാണെങ്കിൽ ഡിവിഷൻ റൈവൽസ് ഞാൻ എപ്പോഴും താൽബീൻ്റെ സൈഡിലോട്ട് പോകും. ബിക്കോസ് അറ്റാക്കേഴ്സിനൊന്നും നല്ല ഡ്രിബിളെ അറിയില്ല. അപ്പം അവരുടെ അടുത്ത് കൊടുത്തിട്ട് എന്തോ മച്ചി അയ്യാ അടിച്ച് ക്വാളിറ്റി 5-4 ആണ്. നൈസ് ക്യാരിയാക്ക്. ഇബ്രാഹിമോവിക് ജസ്റ്റ് സ്ട്രേറ്റ് ഗോൾ. ഞാൻ ഇപ്പം ഫിനിഷാണ് നോക്കുന്നത്. ഞാൻ പണ്ടേ തൊട്ടേ ശീലിച്ചു പോയി. അയ്യോ, ബോൾ പോയി. ഞാൻ ഫിനിഷാണ് ചെയ്യുന്നത്. അതാണ് എത്രയും ഗോൾ വരുന്നത്. അപ്പം ഇതാണ് നല്ലത്. ഇപ്പം താൽബീനെ കൊണ്ടൊരു ഗോൾ ചെയ്യാം നമുക്ക്. പാസ് എന്തു പറ്റി? നമുക്കൊരു അടിച്ചു പോണ ഗോൾ. നമ്മൾ ജയിച്ചു ഗൈസ്, ഐ തിങ്ക് സോ. നമ്മൾ ജയിച്ചു. നമ്മളുടെ നോക്കും ഗ്രേറ്റ് ചാൻസസ് നല്ലതായിട്ട് നമ്മൾ യൂസ് ചെയ്ത്. ഗുഡ് ചാൻസസ് 2 മിസ് ചെയ്ത്, ബേസിക് ചാൻസ് 2 പൊട്ടി. അവരുടെ ഗ്രേറ്റ് ചാൻസസ് 1 മാത്രമേ ചെയ്തുള്ളൂ, ഗുഡ് ചാൻസസും 6 ചെയ്തല്ലോ. അതുകൊണ്ട് നമ്മൾ തന്നെ ജയിച്ചു. ഇത് കൊള്ളായിരുന്നു. നമുക്കിനി റാങ്ക് അപ്പ് ചെയ്യാൻ പറ്റും, നോക്കാം. നമ്മൾ റാങ്ക് അപ്പ് ചെയ്തു. ഇതുമാണ് നല്ല രസമാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇങ്ങനെ വേൾഡ് ക്ലാസ് 5 റാങ്ക് അപ്പ് 50 പോയിന്റ്സ് കിട്ടിയോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചെയ്തില്ല, ഇനി നമുക്ക് പോയി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഹെഡ് ടു ഹെഡ് പോവാം. നമുക്ക് ഹെഡ് ടു ഹെഡ് കളിക്കാം. അതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ ഇപ്പം ഈ ടീമിന് ഹെഡ് ടു ഹെഡ് കളിച്ചില്ല. നോക്കാം ഇത് നല്ലതാണോ നല്ലേന്ന്. അറ്റാക്ക് നമ്മളുടെ ആണ് ഉള്ളത് 93 അറ്റാക്ക്. അവരുടെ മിഡ്ഫീൽഡ് 101. ഡിഫൻസ് നമ്മളുടെ, എല്ലാം നമ്മളുടെ തന്നെ. നമ്മളുടെ ഇത് കണ്ട, ഈ അറ്റാക്കാണ് നമ്മളുടെ കുറവ്. മിഡ്ഫീൽഡും ഡിഫൻസും പൊളിയാണ് നമ്മളുടെ. അറ്റാക്കിനെ ശരിയാക്കണം.
പക്ഷെ നമുക്ക് സ്റ്റോറിൽ പോയി വാങ്ങുമ്പോൾ അതൊന്നും കിട്ടൂല, എല്ലാം സെൻറ്റർ ബാഗ്സ് ആയിട്ടൊന്നും. അത് കാരണം നമുക്ക് പോയി മാർക്കറ്റിൽ പോയി നമുക്ക് വാങ്ങിക്കണം അറ്റാക്കേഴ്സിനെ നല്ല. പക്ഷെ അതും നല്ല പൈസ ആയിരിക്കും നമ്മുടെ കയ്യിൽ. ഇപ്പം എൻ്റെ കയ്യിൽ 21 മില്യൺ സംതിങ് ആണ്. മാക്കാലിസ്റ്റർ മീൻസ് നല്ല ഡിഫൻഡറാണ്. ഇങ്ങനെ ഞാൻ പറയുന്നില്ല. ഇതിനി പറയല്ലേ പെനാൽറ്റി ഒന്ന് അല്ല ഓഫ് സൈഡ് ആയിരുന്നു. അതാ ഇത് കൈ എല്ലാവരും പൊക്കി വിചാരിച്ചല്ലോ ഓഫ് സൈഡ് ആണോ. എനിക്ക് ശരിക്കും പിന്നെ ഓഫ് സൈഡ് എന്തുവാണെന്ന് പോലും അറിയില്ല. നമുക്ക് നോക്കാം. മാക്കാലിസ്റ്റർ താൽബീന് കൊടുക്കാം. അവ ഇങ്ങോട്ട് എന്തോ പറ്റിയെന്നറിയില്ല ഗൈസിന്. പക്ഷെ എന്തായാലും ഈ മാച്ച് ഞാൻ ജയിക്കണം. സേവി എന്തോ ഇങ്ങനെ കളിക്കുന്നത്. അയ്യോ, എന്തൊരു ചാൻസ് മിസ് ചെയ്തു അറിയാതെ ബട്ടൺ തൊട്ട്. ഓമ കണ്ട ഓമ ഇബ്രാഹിം കുറച്ച് ഗോളിൽ പിക്കപ്പ് ചെയ്തു. ക്യാരിയൊക്കെ നല്ല ഡിഫൻഡറാണ്, പക്ഷെ ഞാൻ പറയുന്നില്ല അങ്ങനെ. നീ പറഞ്ഞ ഓക്കെ. മെക്നീൽ ഒരു കാര്യം ചെയ്യാം. നൈസ്. ഇത് നല്ല ക്ലോസ് ആയിരുന്നു. കുറച്ച് അടുത്തോട്ട് വന്നു. ഹെഡ്രടി. എന്തൊരു ഇതാണ്. പോട്ടെ നമുക്കായിരിക്കും കിട്ടുന്നത്. നമ്മളുടെ ത്രോ നമ്മളുടെ മാക്കാലിസ്റ്റർ താൽബിക്കോട്. ശരിക്കും പറഞ്ഞ വോക്കറും നല്ലതായിട്ട്. വോക്കർ എന്ന് വെച്ചാൽ കൊളീഡിയോ അടക്കി ഗോൾ. വാട്ട് എ ഗോൾ. 40th മിനിറ്റിൽ തന്നെ ഒരു ഗോൾ അടിച്ച് നമ്മൾ എന്തൊരു സെലിബ്രേഷനാണ്. നമുക്ക് ഇതെല്ലാം സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഇബ്രാഹിമൊക്കെ ഞാൻ എന്തോ പറയുന്നത് അതൊന്നും നടക്കുന്നില്ല. പക്ഷെ ശരിക്കും നിങ്ങൾക്കറിയില്ല. ശരിക്കും പറയാം, ഞാൻ 2 മാച്ച് അറ്റാക്കി കളിച്ച് നോക്കി. അപ്പം എനിക്കറിയില്ല, തോന്നിയില്ല. ഓക്കെ, നൈസ്. ഹാഫ് ടൈം ആയി ഗൈസ്. K2 അമ്മച്ചി. ഞാൻ വിചാരിച്ച റെഫറി ആണെന്നത്, അതുകൊണ്ട് അങ്ങോട്ട് അടിച്ച്. അപ്പോഴത്തേക്കും എന്തുവാണ് എൻ്റെ കാര്യം. ഞാൻ ബാക്കി പ്ലെയേഴ്സിനെ നോക്കുന്നേ, ഇവരെല്ലാവരെയും കാണാൻ റെഫറീനെ പോലെ. മെക്കനീലും നല്ലതാണ്. അവന് കൊടുക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ. നൈസ്. പക്ഷെ കൊള്ളായിരുന്നു. ഇബ്രാഹിം, ഞാൻ അവനെ കുറിച്ചൊക്കെ നല്ല പറഞ്ഞ തൊട്ടിങ്ങനെയാകുന്നത്. ആരാ വന്നേ? ക്യാരിനി. ഓക്കെ. അമ്മച്ചി. മാക്കാലിസ്റ്റർ പോയല്ലേ, ഇത്ര പെട്ടെന്ന് പോയേ. അത് നല്ല രസമുണ്ടായിരുന്നു. അത് പിന്നെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ, റിപ്ലൈ കാണാമെങ്കിൽ. അത് ഫുള്ളായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഗോള് പോവെന്ന്. കൈ ഇങ്ങനെ കാണിക്കാൻ ഞാൻ ബോൾ കൊടുത്തു. ഞാൻ ഒരു ഫിനിഷ് അറിയാതെ അടിച്ചു. അതുള്ളായിരുന്നു കേട്ടോ. കോളിഡിയോ തന്നെയാണല്ലോ 2 ഗോൾ കളിച്ചു. ഹാട്രിക് ആക്കാവോ നോക്കാം. നമ്മളൊരു ഹാട്രിക്കിനെ കുറിച്ച് നോക്കാം. ഞാൻ കോളിഡിയോനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ ഒന്ന്.
അയ്യോ 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 അയ്യോ. Oh, no, no. ഇതെന്തോ ഇതിങ്ങനെയാണെന്ന് അറിയില്ല. ഓ നോ 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 നോ. ഡെനിസ് സുവാറസ്. കുഴപ്പമില്ല, എന്തായാലും നമ്മൾ ജയിക്കും, അതെനിക്കറിയാം. അത്രയ്ക്ക് ഓവർ കോൺഫിഡൻ്റ് ആകണ്ട, പക്ഷെ നേരെ കളിച്ചാൽ മതി. പക്ഷെ എനിക്കൊരു ഹാട്രിക് ആക്കണം, കാരണം നല്ലതായിട്ട് കളിച്ചു വല്ലേ പറ്റൂ. ഇബ്രാഹിം ബാഴക്കാഴ് വന്ന അവൻ്റെ സ്റ്റാമിനയും കുറഞ്ഞു. കാര്യം ചെയ്യാം, നമുക്ക് പാസ് ചെയ്യാതെ നമുക്ക് ക്യാരനേന് ഒരു ലാസ്റ്റ് ചാൻസ് കിട്ടി. അതപ്പോഴത്തേക്കും മറ്റേ ഡിഫൻഡർ വന്ന്. കൊള്ളായിരുന്നു എന്തായാലും ഈ കളി. അപ്പം ഗൈസ്, തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് വെക്കണം. പ്ലീസ് ഗൈസ്, ബൈ.